ഇഷ്ടപ്പെട്ട കാരണം എല്ലാം ഇഷ്ടപ്പെട്ടു. തിയേറ്റർ വാച്ച് മസ്റ്റാണ്. പിന്നെ എല്ലാത്ത പോലെ മമ്മൂക്ക അടിപൊളിയായിട്ട്. അർജുൻ അശോകനും മമ്മൂക്ക ഒരുപോലെ ലെവൽ. സ്ക്രിപ്റ്റ്സ് എല്ലാം അടിപൊളിയാ. അടിപൊളി. നല്ല പടം. ഇതൊക്കെ സെലക്ട് ചെയ്യണം, ഇക്കയാണ് സമ്മതിക്കേണ്ടത്. മമ്മൂട്ടിയുടെ നല്ല ആക്ടിങ് ആണ്. പിന്നെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ സിനിമയുടെ ആ ഒരു ത്രില്ല് ഇരുന്ന് കണ്ടാലേ ഇതുള്ളൂ. മനയുടെ ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ആ ഒരു രീതിയാണ് നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല. കൊള്ളാം, നല്ല പടമാണ് കേട്ടോ. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. മമ്മൂട്ടിയുടെ അഭിനയം നല്ലതായിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പടം കൊള്ളാം, നല്ല പടം. ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടിയുടെ അഭിനയം കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ തിയേറ്ററിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോഴേ വെച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സ്ലോ പേസ് പടമാണ്, പക്ഷേ പുള്ളിക്കാരൻ്റെ ഓരോ മാനറിസം അത് ഭയങ്കര എടുത്തു പറയേണ്ട രീതിയാണ്. പക്ഷെ നല്ല പൊളിച്ച് കിടിലം പടം, മസ്റ്റായിട്ട് തിയേറ്ററിൽ ഒന്ന് കാണണം. സൂപ്പർ, നല്ല സിനിമ. മമ്മൂട്ടിന്റെ അഭിനയം വളരെ നന്നായിട്ടുണ്ട്. അർജുൻ അശോകനും സിദ്ധാർത്ഥ ഭരതനും നന്നായിട്ട് അഭിനയിച്ചു. നല്ല പടം, തിയേറ്ററിൽ കാണണം. നല്ല പടം. ഇഷ്ടപ്പെട്ട നല്ല ഹൊറർ ഫീൽ ഉണ്ട്. നല്ല സിനിമ. ആക്ടിംഗ് വൈസ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. സിനിമാറ്റോഗ്രാഫി ആയിരുന്നു, സ്ക്രീൻ പ്ലേ ഒക്കെ നൈസ് ആയിരുന്നു. മമ്മൂട്ടി ഒരു രക്ഷയില്ല, അടിപൊളി സിനിമ, കൊള്ളാം, നല്ല സിനിമ. മമ്മൂട്ടി ഒരു രക്ഷയില്ല. എല്ലാ എലമെന്റ്സും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അതൊരു ക്ലീഷ എലമെന്റ് ആയിട്ടൊന്നുമില്ല. അത് ഭയങ്കര നൈസായിട്ട് തന്നെ എടുത്തേക്കുന്നത്. ഇഷ്ടപ്പെട്ടത് ലൈക് മോണോക്രോമാറ്റിക്, അത് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ മിസ്റ്റേക്ക് അല്ല, ചെറിയൊരു ത്രില്ലിംഗ് എലമെന്റ് ഒക്കെ ഉണ്ട്. ബോറിംഗ് ഒന്നും നന്നായിരുന്നു. രക്ഷയില്ല, വേറെ ലെവൽ. അതെന്ന് വെച്ചാൽ ആ വിഷ്വലൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട്. സിദ്ധാർത്ഥ ഭരതൻ, അർജുൻ അശോകനൊക്കെ കിടിലം പെർഫോമൻസ്. നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ പുതിയ റോളൊക്കെ കൊള്ളാം. അത് തോന്നിക്കില്ല അങ്ങനെ കളർ ഇല്ലാത്തവരൊന്നും. ഇതുള്ളൂ, എന്താ പറയാ, ക്യാൻവാസ് ആണ് ഡയറക്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രാഹുൽ സദാശിവൻ. ഹാറ്റ്സ് ഓഫ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ മമ്മൂട്ടി പറയണ്ട, എല്ലാവരും സിദ്ധാർത്ഥ ഭരതനായാലും അർജുൻ അശോകനായാലും വമ്പനായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വലിയ സിനിമ, നല്ല സിനിമ. ആക്ടിങ്ങും മേക്കിങ്ങും മൂവിയുടെ സോങ്സ് ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നല്ല ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സിനിമയായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. എല്ലാ രീതിയിലും എല്ലാ ആസ്പെക്ട്സും അടിപൊളിയായിരുന്നു. മമ്മൂട്ടി അപാര ആക്ടിങ്, ഒരു രക്ഷയില്ല. എല്ലാവരും നന്നായിട്ട് ചെയ്തു. ആകെ 3 ആക്ടേഴ്സേ ഉള്ളൂ. എല്ലാവർക്കും അവരുടെ സ്പേസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി ഒക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. തുമ്പാട്, മലയാളത്തിന്റെ ഒരു തുമ്പാട് എന്ന് പറയാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി മൂവിയായിരുന്നു. നല്ല മേക്കിംഗ്, നല്ല ആക്ടിങ്. മമ്മൂട്ടിയുടെ അടുത്ത് നിന്ന് എന്തോരം എക്സ്പെക്ട് ചെയ്തോ അത് തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളിയായിരുന്നു. കുറെ കാലത്തിന് ശേഷം നമ്മൾ ഇത്രയും നാള് കളേർഡ് മൂവീസ് അല്ലേ കാണുന്നത്. ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. 3 പേരെ വെച്ച് സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ, അത് ഈ ലെവലിൽ എടുക്കാന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല ഹാർഡ് വർക്കും എല്ലാം നല്ല രസമാണ്. മമ്മൂക്കിയുടെ അഭിനയം, അർജുൻ അശോകൻ, എല്ലാവരും, സിദ്ധാർത്ഥ ഭരതൻ, എല്ലാം നല്ല